ഹലോ എവ്രി വൺ. അപ്പം ഞാനിന്നൊരു മന്തി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. സോ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം. സവോള എരിയണം, കണ്ണ് നല്ലോണം എരിയുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ നോർമൽ ചിക്കനിൽ എന്തൊക്കെ മസാലാസ് യൂസ് ചെയ്യും അതൊക്കെ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എയർ ഫ്രയറിൽ ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഫോർ 20 minutes 200 degrees Celsius. അപ്പോൾ നമുക്ക് എണ്ണ ഒന്നും അത്ര യൂസ് ചെയ്യണ്ടല്ലോ. എന്നിട്ട് ഇനി 6 minutes കൂടെ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് കുക്കായിട്ട് കിട്ടി. ഇനി ഞാൻ കുറച്ച് എണ്ണ പാനിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ചിക്കൻ ഒന്ന് വെക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോസും കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ഒണിയനും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് ഓൾറെഡി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് ചുവയും കിട്ടാനായിട്ട് ഞാൻ അതിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ചിക്കൻ ഒന്നുകൂടെ നമ്മൾ ഇതിൽ വഴറ്റിയിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് കുക്കായിട്ട് കിട്ടാനായിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു. അതിന് ശേഷം ഞാൻ ഓൾറെഡി ഈ ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ മേലിലോട്ട് വെച്ചു. ഇത് ശരിക്കും മന്തി എന്ന് വിളിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര തട്ടിക്കൂട്ടാണ്. കാരണം ഞാൻ അധികമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ മേലിൽ ഈ റൈസ് ഇട്ട് ഒരു മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തു. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് കടയിലൊക്കെ കിട്ടൂലേ ചിക്കൻ ആദ്യം ഇങ്ങനെ വെക്കും എന്നിട്ട് കുറേ റൈസ് സ്പ്രെഡ് ചെയ്ത് വെക്കും. പിന്നെ ഞാനൊരു തക്കാളി ചട്നി ഉണ്ടാക്കി, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ സാലഡും കൂടെ ഉണ്ടാക്കി. ഇനി നമുക്ക് നമ്മുടെ മന്തി പയ്യെ സെർവ് ചെയ്യാം. അപ്പോൾ തിന്ന് നോക്ക്, എങ്ങനെയുണ്ട്? ശരിക്കും കൊള്ളാവോ? ഞാൻ മന്തി ഉണ്ടാക്കി, പപ്പ പറഞ്ഞ കൊള്ളാവുന്ന. ഞാൻ ഒന്ന് തിന്ന് നോക്കട്ടെ. മന്തിയുടെ ചോറ് ബിരിയാണി ചോറ് പോലെ. കുഴപ്പമില്ല, ടേസ്റ്റ്. It's me and signing off. Bye bye.